CPM-ന്റെ 3 ദിവസം നീണ്ട കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ വാർത്താ സമ്മേളനം ഏറെ സുപ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു, പിണറായി വിജയൻ ഇക്കുറി ഇലക്ഷൻ നയിക്കും. ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും. ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റണമെന്നോ അങ്ങനെ ഒരു തീരുമാനമുണ്ടെന്നോ യാതൊരു ചർച്ചയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല എന്നും MA ബേബി വ്യക്തമാക്കി. അപ്പൊ പിണറായി വിജയൻ നയിക്കാൻ ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഇനി മത്സരിച്ചുകൊണ്ടാണോ നയിക്കുക, മത്സരിച്ചു കഴിഞ്ഞാൽ CM ആകുമോ എന്നൊക്കെയായി പിന്നീടുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യത്തിനൊന്നും MA ബേബി കൃത്യമായ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വളച്ചൊടിച്ച് മത്സരിക്കില്ലെന്നോ ഇറങ്ങിപ്പോകുമെന്നോ എന്തു വേണോ എഴുതാം എന്ന് പറഞ്ഞ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം തുടരുകയാണ് ഉണ്ടായത്. അപ്പോ ഇടതുമുന്നണിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു, ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞു. ഇനി അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. ഇപ്പോൾ ഗൃഹസന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശനമൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്നുള്ള അനുഭവ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഉറപ്പായും CPM ഇടതുമുന്നണി ഒരു പരിധിവരെയല്ല ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയം മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങി. നേതൃത്വമായി, അതായത് നേതാവായി ഈ ബാക്കി അണികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുക, അങ്ങനെ വിജയിപ്പിക്കുക. എന്നാൽ തിരിച്ചിങ്ങോട്ട് നോക്കിയാൽ UDF-ന് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല, BJP-ക്ക് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല. അങ്ങനെയുള്ള വൈഷമ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, VD സതീശൻ കഴിഞ്ഞ ദിവസം NSS-നാലും SNDP-യാലും ആക്രമിക്കപ്പെട്ടല്ലോ. അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ബേബി സഖാവിനോടും ആളുകൾ ചോദിച്ചു. അക്കാര്യത്തിലൊന്നും ഒരു കമന്റും, വെള്ളാപ്പള്ളിയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന VD സതീശനെ വെള്ളാപ്പള്ളി തിരിച്ച് ആക്ഷേപിച്ചിട്ടില്ല എങ്കിലേ അതിനകത്ത് പ്രസക്തിയുള്ളൂ എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അപ്പൊ വെള്ളാപ്പള്ളിയെ VD സതീശൻ നിരന്തരം കടന്നാക്രമിക്കുന്നുണ്ട്. പിന്നെ ഈ സാമുദായിക ഐക്യം സംബന്ധിച്ച ചോദ്യത്തിനും കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ MA ബേബി പറഞ്ഞത്, ഈ സമുദായങ്ങളുടെ ഐക്യം എന്തിനാണ് എന്നറിഞ്ഞ ശേഷം നമുക്ക് പ്രതികരിക്കാമെന്നാണ്. കാരണം ഈ സമുദായങ്ങളുടെ ഐക്യം ഭൂരിപക്ഷ വോട്ടുകൾ ചിഹ്നിച്ചിതറി പല പാർട്ടികളിൽ, കോൺഗ്രസിലേക്കും അതുപോലെ CPM-ലേക്കും ഒക്കെ പോകുന്നതിന് പകരം ഒരുമിപ്പിച്ച് ചേർത്ത് ഈ വോട്ടുകളൊക്കെ BJP-യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുവേണ്ടിയുള്ള ഗൂഢശ്രമമായി SNDP-യുടെയും NSS-ന്റെയും ഐക്യ ചിന്തകളെ ജനം വ്യാഖ്യാനിക്കുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഒരു മൗനം പാലിച്ചിട്ട് ഇനിയുള്ള അവസരത്തിൽ അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് MA ബേബി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വർഗീയവാദം വളർന്നു വരികയാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം LDF-ന് ഉണ്ടെന്നും അടിവരയിട്ട് പറയുന്നതായിരുന്നു വാർത്താ സമ്മേളനം. വർഗീയത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയത ഒരു വശത്തുണ്ട്, അതുപോലെ ന്യൂനപക്ഷ വർഗീയത മറുവശത്തുണ്ട്. ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളർന്നു കഴിഞ്ഞാൽ കേരളം വീണ്ടും കലാപഭൂമിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ ചരിത്രം നോക്കുകയാണെങ്കിൽ 10 വർഷം കാലം കേരളം സമാധാനപൂർണ്ണമായിരുന്നു. ഒരു വർഗീയ സംഘർഷമോ ഒരു വലിയ അട്രോസിറ്റിയോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ഭരണത്തിന്റെ മികവാണ്, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മികവാണ്, പോലീസിന്റെ മികവാണ്. ആ മികവിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയനെ മൂന്നാമതൊരു ടൈമിൽ കൂടി നായക കഥാപാത്രമാക്കി, ക്യാപ്റ്റനാക്കി മുന്നിൽ നിർത്തിയിരിക്കുന്നതെന്നാണ് MA ബേബി വിശദീകരിക്കുന്നത്. പിണറായി വിജയൻ വരുമ്പോൾ ഉറപ്പായിട്ടും വോട്ടുകൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് ലഭിക്കും. അതിനകത്തൊന്നും ഒരു തർക്കവും ഒരു പരിഭവവും MA ബേബിയോ BJP നേതാക്കളുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിഭവവും CPM നേതാക്കളോ കാണിക്കുന്നുമില്ല.